ബാലാഭാസ്കറിന്റെ മരണം കൊലപാതകമാണ് എന്ന് ഇപ്പോൾ സംശയമായി. കേരളത്തിലെയും ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ബാലാഭാസ്കർ എന്ന ആ കലാകാരൻ 2018 സെപ്റ്റംബർ 25-ന് തിരുവനന്തപുരത്ത് പള്ളിപ്പുറത്ത് വെച്ച് ഒരു അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രി വെച്ച് മരിച്ചു. ബാലാഭാസ്കറിന്റെ കുഞ്ഞു കൊച്ച് സ്പോട്ടിൽ മരിക്കുകയുണ്ടായി. ഭാര്യയ്ക്കും പരിക്കേറ്റു ആശുപത്രിയിലായി. ഭാര്യ ലക്ഷ്മി സർവൈവ് ചെയ്തു. അതേസമയത്ത് ആ വാഹനം ഓടിച്ച അർജുനൻ എന്ന അപ്പു, ലക്ഷ്മിയുടെ വീട്ടുകാരുടെ നോമിനിയാണ്, അയാളും സർവൈവ് ചെയ്തു. ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് കലാഭവൻ സോഭി എന്ന വ്യക്തി ആക്സിഡന്റായിട്ട് എത്തി. അദ്ദേഹം അന്ന് കണ്ടത് അപകടം ഉണ്ടായ വാഹനം റോഡിന്റെ സൈഡിലുള്ള ഒരു വലിയ മരത്തിൽ ഇടിച്ചു നിന്ന്, ആ സമയത്ത് തന്നെ അവിടെ ഒരു KSRTC ബസ്, വേറെ ഒന്ന് രണ്ട് ആൾക്കാർ, തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് മടങ്ങിപ്പോയവർ എല്ലാവരും അവിടെ നിർത്തി റെസ്ക്യൂ ഓപ്പറേഷന് തയ്യാറായി. ആ സമയത്ത് അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു, 3-4 കാർ നിൽപ്പുണ്ടായിരുന്നു. കലാഭവൻ സോഫിയെ ചിലർ വിരട്ടി അവിടുന്ന് വിട്ടു. അതേ സമയത്ത് സോഫി ചില കാര്യങ്ങൾ കണ്ടു. ഇടിച്ച വാഹനത്തിന് തൊട്ട് മുമ്പ് ഒരു മോട്ടോർ സൈക്കിളില്, ഒരു ബുള്ളറ്റില് ഒരു തടിയുള്ള ഒരാള് മുന്നോട്ട് നിരങ്ങി ആ ബുള്ളറ്റുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നു. ആ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാലുകൊണ്ട്, അത് ഗിയറിലിടാതെ കാലുകൊണ്ട് റോഡ് ചവിട്ടി വാഹനം മുന്നോട്ട് നീക്കുന്നതും, ആ വാഹനത്തിന് അടുത്ത് നിന്ന് ഒരാള്, ഒരു പൊതി വാങ്ങിച്ചൊരു പയ്യൻ റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് പോകുന്നതും കണ്ടു. കലാഭവൻ സോഫിക്ക് അത് വലിയ ദുരൂഹതയായിട്ട് തോന്നി. ആരാ മരിച്ചതെന്നറിയില്ല, അപകടം ഉണ്ടായത് കാറിൽ ആരാന്നറിയത്തില്ല. ആ പാവം അത് വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ഇതിന് തൊട്ട് മുമ്പ് ആറ്റിങ്ങൽ നിന്ന് വരുന്ന വഴിക്ക് ആ പള്ളിപ്പുറത്തിനപ്പുറത്ത് മാർബിൾ വിൽക്കുന്ന അടുത്തൊരു പെട്രോൾ പമ്പിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത സമയത്ത് റോഡിലെ ഈ കാറ് പോകുന്നതും ഒരു 2-3 കാറ് അവർ ചേസ് ചെയ്യുന്നതും അവർ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് മുന്നോട്ട് പള്ളിപ്പുറത്ത് വന്നപ്പോഴാണ് അപകടം കാണുന്നത്. തൻ്റെ മുമ്പിൽ കൂടെ ഈ സ്പീഡിൽ പോയ ആ കാറ് ഇടിച്ചു നിന്നിരിക്കുന്നു. ആ സ്പോട്ടിലെ പിറ്റേ ദിവസം ഞാൻ പോയി കണ്ടു. പള്ളിപ്പുറം CRP ക്യാമ്പിൻ്റെ അവിടുന്ന് അല്പം മുന്നോട്ട് വന്നാല് കഴക്കൂട്ടത്തം വരുമ്പോൾ റോഡിന്റെ വലതുവശം ഏകദേശം മണ്ണ് റോഡാണ്. അവിടെ താറ് കഴിഞ്ഞിട്ട് മണ്ണ് റോഡിൽ കൂടെ 200 മീറ്ററോളം ബാലാഭാസ്കറിന്റെ കാറ് 100-110 കിലോമീറ്റർ സ്പീഡിൽ പോയി റോഡ് സൈഡിൽ നിന്ന് മരത്തിൽ ഇടിക്കുകയായിരുന്നു. അതൊരു ചേസ് ആയിരുന്നു എന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. പലതും അത് ചെവിക്കൊണ്ടില്ല. ഇത് ഈ കാറില് സ്വർണം കടത്തിയെന്ന് അന്ന് പറഞ്ഞു. ബാലാഭാസ്കർ അറിയാതെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും മറ്റു ചിലരും കൂടി സ്വർണം കടത്തിയിരുന്നു. അത് തൃശ്ശൂർ മുതൽ ചേസ് ചെയ്യുകയായിരുന്നു. അത് തിരിച്ചു പിടിക്കാനായിട്ട് ആ സ്വർണം ഒരു കാറിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ കേരളത്തിൽ ധാരാളം പേരുണ്ട് ചേസ് ചെയ്ത് അത് കൈക്കലാക്കാൻ. ഞാൻ അന്നത് പറഞ്ഞു, ചെവിക്കൊണ്ടില്ല. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അന്ന് മാതൃഭൂമിയിലെ വേണുവായിരുന്നു ആങ്കർ. ഒരു വർഷം മുമ്പ് അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഞാനും അഡ്വക്കേറ്റ് രാജകുമാറും ആ ചർച്ചയിലുണ്ടായിരുന്നു. ബാലാഭാസ്കറിന്റെ കാറിനകത്ത് ബാലാഭാസ്കർ അറിയാതെ ആ ഡ്രൈവർ സ്വർണം കടത്തിയെന്നും അപകടം ഉണ്ടായ സമയത്ത് അവിടെ നിന്ന് അത് മാറ്റപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. കാരണം അത് കലാഭവൻ സോഫിയുടെ ഒരു മൊഴി ആ പറഞ്ഞതിന് അടിസ്ഥാനമായിരുന്നു. ആ പാവത്തിനെ പിന്നെ ലോക്കൽ പോലീസ് വളരെ ഭീകരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു. ക്രൈംബ്രാഞ്ചും ആ രീതി ക്വസ്റ്റ്യൻ ചെയ്തു. അതിനുശേഷം CBIയും അങ്ങനെ തന്നെ ചോദ്യം ചെയ്തു. അയാളെ ചില കേസിനകത്ത് കുഴുക്കി, അയാളൊരു ക്യാരക്ടർ ഇല്ലാത്തവനാണ് എന്നൊക്കെ വരുത്താൻ ശ്രമിച്ചു. ഒത്തിരി തട്ടിപ്പ് വീരനാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എന്താണ് ഇതിനകത്തൊരു ഇൻട്രസ്റ്റ്? തട്ടിപ്പ് വീരനാണെങ്കിലും ആക്സിഡന്റിലായിട്ട് കണ്ടതല്ലേ ഉള്ളൂ എന്ന് ഞാൻ അന്ന് പ്രതിവചിച്ചു. പക്ഷേ ആരും അത് കേട്ടില്ല. ഇപ്പോൾ ഇതിനൊരു കൗതുകകരമായ ഒരു സംഭവം ഉണ്ടായി. അന്ന് ഓടിച്ച അവരുടെ ഡ്രൈവർ അപ്പു എന്ന അർജുനെ ഇന്ന് പെരിന്തൽമണ്ണയിലെ 3.5 കിലോ സ്വർണ്ണക്കടത്ത് കേസിലെ
അവിടുത്തെ പ്രതികളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് അർജുനാണ് ഒരാളെ. ആ അർജുനെ, ആ പെരിന്തൽമണ്ണ കേസിൽ അപ്പു എന്ന് വിളിക്കുന്ന അർജുനെ അയാളെ അറസ്റ്റ് ചെയ്തു. ആ പെരിന്തൽമണ്ണ സംഭവം നമുക്കറിയാം. കടപൂട്ടിപ്പോയ ബ്രദർ, ചേട്ടനും അനിയനും അവരുടെ സ്കൂട്ടറിൽ 3.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കടയിലുള്ളത് മുഴുവൻ അവർ വീട്ടിൽ കൊണ്ടുവെക്കും. അടുത്ത ദിവസം രാവിലെ കൊണ്ടുവരും. അവർ പോയപ്പോൾ രാത്രിയിൽ പെരിന്തൽമണ്ണ ജംഗ്ഷനിൽ വെച്ച് അവരുടെ 2 വീലർ ഇടിച്ചിട്ട ഒരു കാറ്, അതിൽ നിന്ന് 8-9 പേരിറങ്ങി ഇവരെ ഉപദ്രവിച്ചു. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന 3.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ അടിച്ചുകൊണ്ടുപോയി. എന്തായാലും നാട്ടുകാർ ഇടപെട്ട് പോലീസ് വന്ന് 4 പേരെ കൈയോടെ പിടിച്ചു. 5 പേര് ഒരു കാറിൽ രക്ഷപ്പെട്ടു. കാറിൽ രക്ഷപ്പെട്ടവര് അവർ ചെർപ്പുളശ്ശേരിക്ക് അടുത്ത് കാർ ഉപേക്ഷിച്ചു. അവരുടെ കയ്യിൽ 3.5 കിലോ 5 പേര് സ്വർണം കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയതിലെ ചെർപ്പുളശ്ശേരിയിൽ ഇറങ്ങിയ മിഥുൻ എന്നയാളെ അവിടുന്ന് അയാളുടെ വീട്ടിലെ ഈ സ്വർണമായിട്ട് സുരക്ഷിതമായി എത്തിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യാതെ രക്ഷപ്പെടുത്തിയെടുത്തത് അത് അർജുനൻ എന്ന അപ്പു എന്ന ബാലാഭാസ്കറിന്റെ ഡ്രൈവറായിരുന്നു. ഇപ്പോൾ അത് കണക്ട് ചെയ്തു. ഇവിടെ ഈ കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസിന് തെറ്റി, ക്രൈംബ്രാഞ്ചിന് തെറ്റി, CBIക്കും തെറ്റി. അതിനകത്ത് ഒത്തിരി പണം ആരൊക്കെ ഒഴുക്കി, തെളിവുകൾ നശിപ്പിച്ചു. എങ്കിലും സത്യം ഇപ്പം 5 വർഷം കഴിഞ്ഞിട്ട് ഇതാ പുറത്തു വന്നിരിക്കുന്നു. അന്ന് പറഞ്ഞ ആ ഡ്രൈവർ, അയാൾ തൃശ്ശൂരിൽ നിന്ന് ബാലാഭാസ്കർ അറിയാതെ ഇതിനകത്ത് സ്വർണം കടത്തുന്നുണ്ട്, ആ സ്വർണം വാങ്ങാൻ, ആ സ്വർണം ഇവിടെ വന്ന് കൈപ്പറ്റാൻ അന്ന് ബാലാഭാസ്കറിന്റെ പ്രോഗ്രാമത്തിന്റെ മാനേജരൊക്കെ ആയിരുന്ന പ്രകാശൻ തമ്പി, അതുപോലെ വിഷ്ണു, ഇവരെ 2 പേരെയും ബാലാഭാസ്കറിന്റെ ഈ സംഭവത്തിന് ശേഷം സ്വർണ്ണക്കടത്ത് കേസിൽ തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഏകദേശം 100-200 കിലോ സ്വർണം അവർ കടത്തിയതായിട്ടാണ് പറയുന്നത്. ഈ ബാലാഭാസ്കറിന്റെ അപകടത്തിന് മുമ്പ് അവർ ഏകദേശം 20-30 കിലോ സ്വർണം 2 പ്രാവശ്യമായിട്ട് കടത്തിയിട്ടുണ്ട്. അത് അവർ കസ്റ്റംസിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ബാലാഭാസ്കറിന്റെ കൂടെ നിൽക്കുമ്പം തന്നെ സ്വർണ്ണക്കടത്തിനകത്ത് ഇവർ 2 പേരും അദ്ദേഹത്തിന്റെ എയ്ഡായിട്ട്, അദ്ദേഹത്തിന്റെ സഹായിയായി പ്രോഗ്രാമിൽ നിൽക്കുന്ന ഈ 2 പേര് കടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. ബാലാഭാസ്കർ പിതാവിൻ്റെ അടുത്തും മറ്റുള്ളവരൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത്. ഇവരെ ഈ 2 പേരെയും മാറ്റണം, ഈ പ്രോഗ്രാം നിർത്തണം എന്നൊക്കെ പറഞ്ഞു. കാരണം എന്തോ സംശയം തോന്നി ഇവരുടെ പ്രവർത്തനത്തിൽ, അതായിരിക്കണം. എന്തായാലും ബാലാഭാസ്കർ അപകടത്തിൽ സർവൈവ് ചെയ്തില്ല. ആ വാഹനം ഓടിച്ചത് ബാലാഭാസ്കറാണ് എന്ന് കള്ളം പറഞ്ഞു അർജുനൻ. പക്ഷെ ബാലാഭാസ്കർ പിന്നിൽ നിന്ന് കാറിന്റെ പിന്നിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. മുന്നോട്ട് വന്ന് ഇടിച്ച് അദ്ദേഹത്തിന് പരിക്കേറ്റു ഹെഡില്. അതേസമയത്ത് കാർ ഓടിച്ച അർജുനന്റെ 2 കാലും ഒടിയുക മാത്രമേ ചെയ്തുള്ളൂ. അയാൾ സർവൈവ് ചെയ്തു. പക്ഷെ അയാൾ അന്ന് മുതൽ കള്ളം പറയുന്നത് ബാലാഭാസ്കറാണ് വാഹനം ഓടിച്ചത്. 100-110 കിലോമീറ്റർ സ്പീഡില് ആ വാഹനം തൃശ്ശൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വന്നു. പല സ്ഥലത്തും ചേസ് ചെയ്യാൻ വേറെ വാഹനമുണ്ട്. ആ ചേസ് ചെയ്ത 3 വാഹനത്തിന്റെ കളറൊക്കെ ഏകദേശം അന്ന് സോഫി ജോർജ് എന്ന കലാഭവനിലെ സോഫി അന്ന് പറഞ്ഞു. ആരും കേട്ടില്ല. അദ്ദേഹത്തിനെ ഒത്തിരി വിഷമിപ്പിച്ചു ക്രൈംബ്രാഞ്ചും CBIയും വിഷമിപ്പിച്ചു. ആ പാവം ഒത്തിരി അനുഭവിച്ചു സത്യം പറഞ്ഞതിൻ്റെ പേരിൽ. ഇപ്പൊ ആ സത്യം പറഞ്ഞത് അതൊരു സത്യം തന്നെയായിരുന്നു എന്നിപ്പം വെളിവായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പെരിന്തൽമണ്ണ സ്വർണ്ണക്കടത്ത് കേസിനകത്ത് ഇയാൾക്കും പങ്കുണ്ട്, ബാലാഭാസ്കറിന്റെ ഡ്രൈവർക്കും പങ്കുണ്ട്. അന്ന് അത് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. ഇവിടെ ഈ കേസിനകത്ത് ഉൾപ്പെട്ട അന്നത്തെ ചേസ് ചെയ്ത കാറുകൾ ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞപ്പോൾ പാലക്കാട്ടെ 2 SHOമാര് ആ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ വാഹനം അവിടെ കസ്റ്റഡിയിലെടുത്തും പോലീസ് സ്റ്റേഷനിൽ കിടപ്പുണ്ടായിരുന്നു. അത് സോഫി അന്ന് കണ്ട അതേ നിറമുള്ള കാറുകളായിരുന്നു എന്ന്. അപ്പം അത് എറണാകുളം പുതുക്കാട് അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് കേരളത്തിലെ സ്വർണം പൊട്ടിക്കുന്നവരും സ്വർണം കടത്തുന്നവരും അങ്ങനെയുള്ള ഗുണ്ടകളെ അവിടെ തീറ്റിപ്പൊറ്റി ആ വീട്ടില് വാടകയ്ക്ക് എടുത്ത വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. അവരായിരുന്നു കേരളത്തിലെ മുഴുവൻ ചേസ് നടത്തിക്കൊണ്ടിരിക്കുക. സ്വർണ്ണ എവിടെ കേരളത്തിൽ ആര് കൊണ്ടുപോയാലും
അത് ചേസ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കുന്നവരെ ഒരു കോൺട്രാക്ട് എടുത്ത് ഒരാൾ അവിടെ താമസിപ്പിച്ചിരുന്നു, പുതുക്കാട്. അവിടുന്ന് കസ്റ്റഡിയിൽ എടുത്തതാണ് പാലക്കാട്ടെ സർക്കിളന്മാര്. അവരെ അന്ന് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ രണ്ടുപേരും ആ വാഹനം അവിടുന്ന് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരുന്നു. അതിന്റെ സ്ഥിതി എന്താണെന്ന് ഇപ്പൊ അറിഞ്ഞുകൂടാ. ആ സർക്കിൾ ഇൻസ്പെക്ടർമാർക്ക് അവിടുന്ന് മാറ്റം കിട്ടിക്കാണും. ഇപ്പോഴത്തെ ഈ ഒരു സംഭവം പെരിന്തൽമണ്ണയിലെ 3.5 കിലോ സ്വർണം മോഷ്ടിച്ചതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു ബാലാഭാസ്കറിന്റെ ആ ഡ്രൈവർ. ഇത് ഇനി ഇതൊരു റോബറി ആയിരുന്നു. ഈ വാഹനത്തിലുണ്ടായിരുന്ന സ്വർണം അത് കടത്തിക്കൊണ്ടുപോയി. അപകടം ഉണ്ടായ സമയത്ത് അത് കടത്തിക്കൊണ്ടുപോയി. അപ്പൊ അതൊരു റോബറി ആയി. ആരാണ് സ്വർണം വെച്ചത് അതിനകത്ത്? അവിടുന്ന് കൊണ്ടുപോയതിന് കലാഭവൻ സോഫി കണ്ടിട്ടുണ്ട് രണ്ടുപേരെ. അവരെ കണ്ടാൽ തിരിച്ചറിയാം, അവരെ കാണിച്ചാൽ ഇന്നും തിരിച്ചറിയാമെന്ന് പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹം കണ്ടാൽ തിരിച്ചറിയുന്ന 4 കാറ് പാലക്കാട്ട് പിടിച്ചിരുന്നു. ഏതായാലും ക്രൈം മൂവ്മെന്റ് പോകുന്ന പോക്ക് നോക്കിക്കോളൂ, എന്നായാലും പിടിക്കപ്പെടും. അതിനകത്ത് CBI അതിനകത്ത് പതറിപ്പോയി, ക്രൈംബ്രാഞ്ച് പതറിപ്പോയി. അത് ന്യായീകരിക്കാൻ പല DYSPമാർ ഇപ്പം അത് ശ്രമിക്കുന്നതായി കണ്ടു. അവരെയൊക്കെ പ്രതി ചേർത്ത് വേണം ഈ കേസിനകത്ത് ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ കേസ് റീഓപ്പൺ ചെയ്യണം. CBI അത് ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് റീഓപ്പൺ ചെയ്തിട്ട് അർജുനെ കസ്റ്റഡിയിൽ എടുക്കണം. അന്ന് ചേസ് ചെയ്ത ആരാണെന്നും അന്ന് ആ വാഹനത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണം കൊണ്ടുപോയത് ആരാണെന്നും അയാൾ പറയണം. കാരണം അന്ന് പറഞ്ഞില്ല. അയാളുടെ കൂടെ അന്ന് പ്രകാശൻ തമ്പിയും അതുപോലെ തന്നെ വിഷ്ണു ആ സ്വർണം കടത്തിയത് അവരായിരുന്നു ഈ കാറിലെ. ബാലാഭാസ്കർ അറിയാതെ ബാലാഭാസ്കറിന്റെ കാറിന്റെ പിന്നില് അവിടെ ഇത് സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് അത് ചെറിയൊരു ബാഗിനകത്ത് അല്ലെങ്കിൽ ഒരു കയ്യിലെടുക്കാവുന്ന അത്ര സ്വർണമേ വരൂ. 2-3 കിലോ സ്വർണം തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. ബാലാഭാസ്കർ അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് കുഞ്ഞുകൊച്ചിനെയും ഭാര്യയുമായിട്ട് അവിടെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചപ്പം ആ രാത്രി തന്നെ പെട്ടെന്ന് അവിടുന്ന് തിരിക്കേണ്ടി വന്നു. പെട്ടെന്ന് തിരിക്കാനായിട്ട് അർജുനൻ ഡ്രൈവർ അവിടെ കിടന്ന് നിർബന്ധിച്ചു. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത്. അതൊരു സ്വർണ്ണക്കടത്ത് തന്നെയാണ് എന്ന് എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് വില പോയില്ല. ഇന്ന് ആ സത്യം വെളിയിലേക്ക് വന്നത് നല്ല കാര്യം. ബാലാഭാസ്കറിന് ഇനിയെങ്കിലും നീതി കിട്ടും എന്നാണ് ഞാൻ കരുതുന്നത്.